ഞാൻ പറയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN സരസു ഇതേപോലെ വോട്ട് പിടിച്ചത് തിരുവല്ലോമലയിലടക്കം വോട്ട് പിടിച്ചിട്ടും തിരുവല്ലോമല പഞ്ചായത്തിൽ 1029 വോട്ടിന്റെ ലീഡ് നേടിയ പാർട്ടിയാണ് LDF. അതെ, ഒരു കാര്യം കൂടി ചേലക്കരയിൽ ഇത്രയും കാലം LDF-നൊപ്പം നിന്നിരിക്കുന്ന ഈ പിന്നാക്ക വോട്ടുകൾ, രാധാകൃഷ്ണനൊപ്പം ഉറച്ചു നിന്നിരുന്ന പിന്നാക്ക വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകും. അവിടേക്ക് UDF കാര്യം ഒരു മിനിറ്റ്, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളും ആ രൂപത്തിൽ തന്നെ വോട്ടുകൾ അവിടെ LDF-നൊന്നും കൂടുതൽ സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല, അത് UDF-നാണ് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് PV അൻവർ ഇത്തവണ ആർക്കൊപ്പമാണ്? UDF-നൊപ്പമാണ് SDPI. കഴിഞ്ഞ തവണ അവർ മത്സരിച്ചു 2016. അങ്ങനെയാണെങ്കിൽ SDPI വേണ്ടെന്ന് പറയണം. മറ്റൊരു കാര്യം, 46,000 വോട്ടാണ് അവിടെ മുസ്ലിങ്ങൾക്കുള്ളത്, 9,000 വോട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗം. അതെ, അങ്ങനെ വരുമ്പോൾ 55,000 വോട്ടെന്ന് പറയുന്നത് പൂർണ്ണമായും ന്യൂനപക്ഷ വോട്ടാണ്. അതിൽ ഈ മുനമ്പം എന്ത് ഷിഫ്റ്റാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കണം. 2, അൻവർ എന്ത് ഇഫക്റ്റാണ് മുസ്ലിം വോട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കണം. പിന്നെ ഈ പറയുന്ന ആഫ്റ്റർ തൃശ്ശൂർ പിന്നെ സുരേഷ് ഗോപി വിക്ടറി, കൊടകര ഇഷ്യൂവിന് ശേഷം ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്ക് യുണൈറ്റ് ചെയ്യുമോ UDF-ന് അനുകൂലമായി എന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ വോട്ട്സിലൊരു നല്ല ശതമാനം BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ എന്ന് നോക്കണം. ഈ ഒപ്പം ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുമോ എന്ന് നോക്കണം. ഇത്തരം പല ഘടകങ്ങൾ വർക്ക് ചെയ്യുന്ന ഒന്നാം തരം ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം. ഇത്രയധികം രാഷ്ട്രീയം ചർച്ച ചെയ്ത മണ്ഡലം വേറെ ഇല്ല. മനോഹരമായിട്ട് അപ്പൊ സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. സ്ട്രോങ് റൂം പാലക്കാടാണ് തുറന്നത്, ചേലക്കരയാണ് ചോദിക്കണം. സ്ട്രോങ് റൂം ആരാ വരുന്നത്? റോഷിപാൽ സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നു. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും, അല്ലെ? പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. അത് കഴിഞ്ഞ് പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് 4 ടേബിളുകൾ റെഡി ആയിരിക്കുന്നത് കേൾക്കുന്നത്. എന്താണ് അതിന്റെ ക്രമീകരണങ്ങളൊന്ന് വിശദീകരിക്കാമോ? സ്മൃതി, സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങി. ഇനി 8 മണി. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 ടേബിളുകളാണ്, 14 റൗണ്ടാണ് പാലക്കാടുള്ളത്. അത് കൃത്യമായ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആദ്യ റൗണ്ടിൽ എണ്ണുന്ന ടേബിൾ അതേതാണ്ട് 14 ബൂത്ത് വരെ, 1 മുതൽ 14 ബൂത്ത് വരെ എല്ലാം നഗരസഭയാണ്, പാലക്കാട് നഗരസഭ. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ട്രെൻഡ് അറിയാൻ. തുടക്കത്തിൽ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ആർക്കാണ് മുൻതൂക്കമെന്ന് അറിയാൻ കഴിയും. ഒന്ന് പ്രത്യേകത, ഈ തവണ UDF-ന്റെ കൗണ്ടിംഗ് ഏജന്റായി പാലക്കാട് MP VK ശ്രീകണ്ഠൻ എത്തി എന്നതാണ് ഒരു കൗതുകകരമായ കാര്യം. സാധാരണ പ്രവർത്തകരാണ് കൗണ്ടിംഗ് ഏജന്റുമാരെ എത്താറുള്ളത്. പക്ഷേ ഇത്തവണ VK ശ്രീകണ്ഠൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീകണ്ഠൻ MP കൂടി കൗണ്ടിംഗ് ഏജന്റായി എത്തിയിട്ടുണ്ട്. ചീഫ് ഇലക്ഷൻ ഏജന്റ് ഷാഫി പറമ്പിലാണ്. അങ്ങനെ 13 റൗണ്ട് വരെ 14 ബൂത്ത് വീതം, അല്ലേ? അങ്ങനെയാണ്. 14ാം റൗണ്ടിൽ ആകെ 2 ബൂത്തേ ഉള്ളൂ. ഓക്കെ, വൈകി എത്തിയ പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി പറയാം, നമ്മൾ ചേലക്കര മണ്ഡലത്തിന്റെ കൂടി ബൂത്ത് റൗണ്ട് തിരിച്ചുള്ള കണക്കുകൾ ഒന്ന് കേൾക്കണം. കാര്യം ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ ഏറ്റവും കൂടുതൽ ഉദ്വേഗജനകമാകുന്നത് ആദ്യത്തെ 2 മണിക്കൂറുകളാണ്. ആദ്യത്തെ 2 മണിക്കൂറുകളിൽ കഴിഞ്ഞ തവണ പാലക്കാട് സംഭവിച്ച കണക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ BJP 9,246 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. 10 റൗണ്ടുകൾ കഴിയുമ്പോൾ പാലക്കാട് 9,246 വോട്ടുകൾക്ക് ലീഡ് ചെയ്ത BJP ആണ് 11ാമത്തെ റൗണ്ട് മുതൽ താഴേക്ക് പതിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അവിടെ മുതൽ UDF അടിച്ചു കയറി വരുന്നു. പിരായിരി പഞ്ചായത്തിലുണ്ടാവുന്ന വലിയ മുന്നേറ്റം 12, 13, 14, 15, 16ാമത്തെ റൗണ്ട് വരെ നിലനിർത്തും. 16ാമത്തെ റൗണ്ട് മുതൽ UDF അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. 16 റൗണ്ട് വരെ കാത്തിരിക്കണം. അല്ല, അത് കഴിഞ്ഞ തവണ 20 ഉണ്ടായിരുന്നു, ഇത്തവണ 14 ഉള്ളൂ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ തവണത്തെ കഥയെ 16. ഇത്തവണ അങ്ങനെയാണെങ്കിൽ 10 റൗണ്ടുകൾ വരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കണം. ആദ്യത്തെ ഫലസൂചനകൾ പാലക്കാട് വരുമ്പോൾ BJP-ക്ക് ഗുണകരമായിരിക്കും. ഇനി ചേലക്കരയിലേക്ക് വന്നാലും സമാനമായൊരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ചേലക്കരയിൽ ആദ്യം എണ്ണാൻ പോകുന്നത് വരവൂരാണ്. വരവൂര് CPM-ന്റെ കോട്ടയാണ്. രണ്ടാമത് എണ്ണാൻ പോകുന്നത് ദേശമംഗലമാണ്. അവിടെ UDF-നും വലിയ സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലയാണ്. അതേസമയം വള്ളത്തോൾ നഗർ പൂർണ്ണമായിട്ടും ഇടതു കോട്ടയാണ്. പാഞ്ഞാൾ ഇടതും വലതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ചേലക്കര മണ്ഡലത്തിൽ UDF-ന് അനുകൂലമാവാം.
കൊണ്ടാഴി ഇപ്പോൾ ഭരിക്കുന്നത് Neck to neck ആണ്. തിരുവല്ലോമല നെക് ടു നെക്ക് ആണ്. ബി ജെ പിക്ക് അഡ്വാൻറ്റേജ്. മുള്ളൂർക്കര എത്തുമ്പോൾ വീണ്ടും നെക് ടു നെക്ക് ആണ്. പഴയന്നൂർ എത്തുമ്പോൾ കണക്കുകളിൽ UDF മുന്നിലാണ് എന്നതാണ്. അപ്പോൾ കൊണ്ടാഴിയും തിരുവല്ലാമലയും ഒപ്പത്തിനൊപ്പമായി. കൊണ്ടാഴി, തിരുവല്ലോമല, ചേലക്കരയിലും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ ഇങ്ങനെയാണ് കണക്കുകൾ വരിക. ആകെ 180 ബൂത്തുകളാണ് ചേലക്കരയിലുള്ളത്, 184 ബൂത്തുകളാണ് പാലക്കാടുള്ളത്. അപ്പോൾ ആദ്യത്തെ 10 റൗണ്ടുകൾ പാലക്കാട് നിർണായകമാണ്. എന്നാൽ നോക്കൂ, വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ, ചേലക്കരയിലെ കണക്കനുസരിച്ച് നോക്കിയാൽ ചേലക്കരയിൽ ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ 3543 വോട്ടുകളാണ് 2021 രാധാകൃഷ്ണൻ ലീഡ് ചെയ്തത്. ആദ്യം വരവൂരില്ലേ അവിടെ 3543 വോട്ട്. അതായത് നോക്കൂ ഡോക്ടർ അരുൺ, നോക്കൂ എന്ന് പറയുമ്പോൾ ഉണ്ണിസാറിനെ ഓർമ്മ വരുന്നു. അപ്പൊ അതായത് ഈ വരവൂർ ഇത്രയും കാലം ആരും നോക്കൂന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഉണ്ണിസാറിനെ നോക്കൂ. അപ്പോൾ നോക്കൂ, വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ ഇതെല്ലാം കൂടി ചേരുമ്പോഴേക്കും ആദ്യത്തെ ഒരു 50 ബൂത്ത് കവർ ചെയ്യില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 50 ബൂത്ത് കവർ ചെയ്യും. അതിൽ ഒന്നാമത്തെ റൗണ്ടിൽ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒന്നാമത്തെ റൗണ്ടിൽ 3000-ലധികം വോട്ടുകൾ BJP പാലക്കാട് ലീഡ് ചെയ്താലും, ഒന്നാമത്തെ ചേലക്കരയിൽ LDF 3000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്താലും അതൊരു സൂചനയാണ്. ദാറ്റ്സ് എ ട്രെൻഡ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ രണ്ടിടത്ത് പറയാം. ഇനി ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ 2 ഇടങ്ങളിലും 1000-ൽ താഴെയാണ്. ഞാനൊരു കാര്യം അങ്ങനെയല്ല. ഒന്നാമത്തെ റൗണ്ടിൽ ചേലക്കര സ്ട്രോങ് റൂം തുറക്കുന്നു.